ചേട്ടാ ചേട്ടാ നമ്മുടെ അമ്മയുടെ സംഭവം തീരെ ശരിയല്ല കേട്ടാ. ചേട്ടാ ഞാനൊരു സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോ താളം കൂട്ടിക്കൊണ്ടിരിക്കണ കിട്ടണത്. എന്താ നിന്റെ സീരിയസ് ആയിട്ടുള്ള കാര്യം? എന്റെ മാത്രം സീരിയസ് അല്ല, ചേട്ടന് ഗുണം കിട്ടണ കാര്യാ. എനിക്ക് ഗുണം കിട്ടുന്ന കാര്യമാ. എന്തുവാ അത്? ചേട്ടാ നമ്മുടെ അമ്മ നമുക്ക് എന്താ സ്വത്ത് തരാത്തെ? നീ അമ്മയോട് പോയി ചോദിക്കുക, എന്നോടാണോ ചോദിക്കുന്നത്? ഞാൻ പോലീസ് കൊടുക്കാൻ പോവാ കേസ്. എടി കഴുതേശ്വരി, കേസ് കൊടുത്തോണ്ട് വല്ല ഗുണമുണ്ടോ? ഒരു ഇഞ്ച് സ്ഥലം പോലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അതിങ്ങനെ കേസ് നീണ്ടു പോകും. എനിക്ക് എന്റെ സ്വത്തിന്റെ പകുതി പെട്ടെന്ന് കിട്ടണം. എന്തിനാ പകുതിയാക്കുന്നത്? മുഴുവനും കൂടെ അങ്ങോട്ട് വിഴുക്കിക്കോ. ചേട്ടന് ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല. നിനക്ക് ഒരു സെന്റ് സ്ഥലം പോലും തരാതിരിക്കാൻ എങ്ങനെ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. ഓരോരോ ആങ്ങളമാര് ഓരോ പെങ്ങന്മാർക്ക് സ്വത്തിന്റെ ഒരു ഭാഗം വെറുതെ കൊടുക്കണു. എനിക്ക് മാത്രം ഒരു യോഗമില്ല. എന്തൊരു കഷ്ടമാണത്. നീ എനിക്ക് എന്ത് തന്നിട്ടുണ്ടീ? അതിന് എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് തരാൻ? നിനക്ക് അച്ഛന്റെ 3 സ്വർണ്ണപ്പല്ല് കിട്ടിയിട്ടില്ലേടി? ആ സ്വർണ്ണപ്പല്ല് ഞാൻ കുഴിച്ചിട്ടേക്കാ. എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയല്ലേ നീ കുഴിച്ചിട്ടിരിക്കുന്നത്? അതെ, ആ സ്വർണ്ണപ്പല്ല് ഞാൻ കുഴിച്ചിട്ടിട്ട് അത് വളർന്ന് പടർന്ന് പന്തലിച്ച് വടവൃക്ഷമായി അതിൽ നിന്ന് ഇങ്ങനെ സ്വർണ്ണപ്പല്ല് ഞാൻ പെറുക്കിയെടുക്കും. അപ്പൊ നിനക്ക് സ്വർണ്ണപ്പല്ല് കിട്ടിയിട്ടില്ലേ? എത്ര പ്രാവശ്യം പറഞ്ഞ് കിട്ടിയിട്ടില്ലാന്ന്? ഒമ്പടി പുളുസോ അച്ഛ അപ്പച്ചിയുമാ തള്ളുന്ന അപ്പച്ചിക്ക് തന്നെ കിട്ടേക്കുന്നത് കണ്ടില്ലേ? കള്ളത്തരം പറയുന്നിരുന്നോട് ഓടെ ചേർക്ക. അതെ, എനിക്കൊരു സ്വർണ്ണപ്പല്ലും കിട്ടിയിട്ടില്ല. അതെ, നിന്റെ അച്ഛന്റെ കയ്യിൽ തന്നെ ഉണ്ട്. കണക്ക് എഴുതി വെച്ചോ. സത്യം പറ അച്ഛ, അച്ഛന്റെ കഴിയില്ലേ സ്വർണ്ണപ്പല്ല്? എന്ത് അഭിനയാണ് അപ്പച്ചിയുടെ മുന്നിൽ കൊച്ചു കൊള്ളൻ. ഞാൻ പിന്നെ കൊട്ടി കൊഴിച്ച് നടക്കണോടാ? 3 സ്വർണ്ണപ്പല്ല് കിട്ടി, 3 സ്വർണ്ണപ്പല്ല് കിട്ടി എന്ന് പറഞ്ഞു. ആ അച്ഛൻ കൊട്ടി കോഴ്ച നടക്കണ്ട, പക്ഷെ ഞാൻ ചിലപ്പോ നടക്കുമായിരിക്കും. അങ്ങനെ നടക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഡീലിങ്സ് ഇപ്പൊ സെറ്റാക്കേണ്ടി വരും. ഡീല് സെറ്റാക്കാം. നീ വന്നേ, ആരും കേക്കണ്ട. വാ നീ വാ. മതിയാ? ഡീല് സെറ്റ് ആയത് മതിയാ? ഇങ്ങനത്തെ പച്ചത്തെറിയാണോ ഒരു മോനെ രവി വിളിക്കുന്നത്? ഇവ പോരെങ്കിൽ ഇനി സെറ്റാക്കി തരണം. വേണ്ട, അച്ഛനോട്ടല്ല ഒരു ഡീലിംഗ് തരും ഞാനില്ല. ഡീല് സെറ്റാക്കാൻ സ്വർണം കിട്ടാൻ വേണ്ടിട്ട് നിന്റെ ഡീല് സെറ്റ് ആകലൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടാ. ഇത്ര സംസ്കാരശൂന്യായ ഒരു തന്ത. ഇത് അമ്മയുടെ രജിസ്റ്റർ, ഇത് ഞാൻ അപ്പച്ചിയുടെ ആയിരുന്നു. എന്തു നീ എന്താ തന്തയെ പറ്റിയൊക്കെ പറയുന്ന കേട്ടല്ലോ? ഞാനൊന്നും മറന്നില്ല. ഞാൻ രജിസ്റ്റർ നോക്കുമായിരുന്നു അമ്മയുടെ. ഇതെവിടുന്നാ ഇത്? ഇത് പുഷ്പയുടെ രജിസ്റ്റർ അല്ലേ? ആ, ഇതെവിടുന്ന് കിട്ടി? ഇത് അപ്പച്ചിയുടെ എന്നെ തന്നെ. അവക്കെന്തിനാ ഈ രജിസ്റ്റർ? അത് എനിക്കറിയാവോ, എന്റെ കയ്യിൽ തന്നിട്ട് പോയതല്ലേ കുറച്ച് മുമ്പേ. ആ ഇവിടെ വെച്ചല്ലേ? ആ, മറന്നുപോയി. എന്നാ വേണം? യോ, ഞാൻ തൊടുകയല്ലേ, എനിക്ക് വേണ്ട. പിന്നെ അത് ഇവിടെ വെച്ചിട്ട് പോട്ടെ. നിന്റെ അമ്മയുടെ അല്ലേ കൊണ്ടക്കൊടറാ? അമ്മ എവിടാ? എനിക്കെങ്ങനെ അറിയാം? അച്ഛനീ വീട്ടിലുള്ളതല്ലേ? ഉള്ളതല്ലേ? അതാ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. നിങ്ങളൊക്കെ അല്ലേ ഒരു കമ്പനി? നീയും അമ്മയും പുന്നാരല്ലേ? ബാക്കിയുള്ളവൻ രണ്ട് വഴി കിടന്ന് കിട്ടിയ പോലാണല്ലോ. അമ്മേ